ഹായ് ഹലോ ആഷ് എക്സ്പ്ലെയിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് 2 ദിവസം മുമ്പ് മണി കൺട്രോളിൽ ഒരു ആർട്ടിക്കിൾ വരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതായത് കോണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ഫേമസ് മ്യൂച്വൽ കമ്പനി ഏജൻസിന്റെ അതായത് അവരുടെ കമ്പനിയിലും അതുപോലെ തന്നെ ഹൈദരാബാദിലുള്ള ഒരാളുടെ വീട്ടിലും അതായത് സെബി ആ വീട്ടിലെല്ലാം തന്നെ പോയി റെയ്ഡ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഓഡിറ്റ് എല്ലാം തന്നെ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് വരുന്നു. അതായത് ഫ്രണ്ട് റണ്ണിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്കാമിൽ അവർ ഇൻവോൾവ് ചെയ്തോ എന്ന് പറയുന്ന ഒരു സംശയം കൊണ്ടാണ് ഇങ്ങനെ ഒരു റെയ്ഡ് നടന്നത്. അവർ ഈ ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഓഡിറ്റ് എല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതിനെ തുറന്ന് ഇൻവെസ്റ്റേഴ്സ് എല്ലാം തന്നെ പേടിക്കുന്നു, അതുപോലെ തന്നെ പാനിക് ആകുന്നു. പലരും വിചാരിക്കുന്നു അതായത് നമ്മൾ കോണ്ട് എന്ന് പറയപ്പെടുന്ന ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട പൈസ എല്ലാം തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും അതായത് വിഡ്രോവൽ റെസിപ്റ്റും അങ്ങനെ പല കാര്യത്തിൽ അതായത് അവർ പാനിക്കായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഈ ഫ്രണ്ട് റണ്ണിംഗ് അതുപോലെ തന്നെ ഈ കോണ്ട് എന്ന് പറയപ്പെടുന്ന ഈ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് അവർ തട്ടിപ്പ് കാണിച്ചത്, നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സേഫ് ആണോ, അതുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ കുറേ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ചാനൽ കുറേ അധികം വീഡിയോസ് അടുപ്പിച്ച് പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ആ ചാനൽ ജിയോ പൊളിറ്റിക്സ്, ഇന്ത്യൻ പൊളിറ്റിക്സ് അതുപോലെ തന്നെ ഹിസ്റ്ററി എല്ലാം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മെയിൻ ചാനൽ ടോക്സ് ബിയാഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയുന്നതാണ്, അതായത് ട്രെൻഡിങ് ന്യൂസ് എല്ലാം അറിയാൻ വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് സജഷനിൽ പറഞ്ഞാൽ മതി, അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ വീഡിയോ ഇട്ട് കിടക്കാം. അപ്പോൾ ഈ കോണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി അതായത് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. ഏകദേശം 90,000 കോടി രൂപയാണ് അവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഉള്ളത്. അതുപോലെ തന്നെ 80 ലക്ഷം പോർട്ട്ഫോളിയോസും ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം വലിയ കമ്പനിയിലാണ് ഇപ്പോൾ സെബി പോയിട്ട് അതായത് ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. അതായത് ഈ ഫ്രണ്ട് റണ്ണിംഗ് ആണെന്ന്, അതായത് ഫ്രണ്ട് റണ്ണിംഗ് സ്കാം നടന്നു എന്ന് ചാൻസസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നോക്കിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഫ്രണ്ട് റണ്ണിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒന്ന് ഉദാഹരണത്തിൽ എടുത്തു നോക്കുക. അതായത് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനി എല്ലാം തന്നെ ഒരു സമയത്ത് ഒരു സ്റ്റോക്ക് വാങ്ങുക, അതായത് അവരത് ആയിരക്കണക്കിന് കോടികളാണ് ഒരേ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് 1 ലക്ഷം കോടി രൂപ അല്ലെങ്കിൽ 10 ലക്ഷം കോടി രൂപ ഇതെല്ലാം തന്നെ ഒരു സ്റ്റോക്കിൽ അവർ പർട്ടിക്കുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ആ സ്റ്റോക്ക് ആ ദിവസം പർട്ടിക്കുലർ ആയിട്ട് മേലെ കയറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇടുന്നവരായിക്കോട്ടെ അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലെല്ലാം ഇടുന്നവർക്കെല്ലാം തന്നെ ഇത് അറിയുന്ന ഒരു കോമൺ ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് ഈ ഫ്രണ്ട് റണ്ണിങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളത്. അതെങ്ങനെയാന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ITC എന്ന് പറയുന്ന കമ്പനിയുടെ വാല്യൂ 400 ആണെന്ന് വെക്കുക, അതായത് ഷെയർ പ്രൈസ് 400 ആണെന്ന് വെക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ഈ മ്യൂച്വൽ ഫണ്ട് ഈ 400 രൂപയ്ക്ക് തന്നെ അവർ ക്യാഷ് വാങ്ങില്ല. അതായത് ഒന്നെങ്കിൽ 399 വാങ്ങും, 390 വാങ്ങും, അടുത്ത സെറ്റ് 410 വാങ്ങും, ചിലത് 400 വാങ്ങും. ഇങ്ങനെ ബൾക്ക് ക്വാണ്ടിറ്റി ഇങ്ങനെ ചെറിയ ചെറിയ പ്രൈസ് ഡിഫറൻസിന് അവർ വാങ്ങും. അപ്പോൾ എന്താണ് ഇത്രയും അധികം കോടി രൂപ ഒരു ദിവസം ആ ഒരു കമ്പനിയിലോട്ട് വരിക, അല്ലെങ്കിൽ ആ ഒരു ഷെയറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും, ആ ഷെയർ പ്രൈസ് ഓട്ടോമാറ്റിക്കലി മേലെ കയറും ഇല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ അതായത് ഇപ്പോൾ ഷെയർ പ്രൈസ് 400 രൂപയാണ് ITC. അപ്പോൾ ഇവർ ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു 405 ആയാൽ തന്നെ അതായത് ഈ ആൾക്കാർക്കെല്ലാം ലാഭം വരും. അതെങ്ങനെയാണെന്ന്, അതായത് ഈ മ്യൂച്വൽ ഫണ്ട് നമ്മളെ പോലെ ആയിരിക്കില്ല വാങ്ങുക. അപ്പോൾ എനിക്കൊരു ITCന്റെ ഷെയർ വാങ്ങി ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ബ്രോക്കർ അതായത് ആപ്പിൾ കയറും. ഞാൻ എത്ര ക്വാണ്ടിറ്റി വേണം, അതായത് ഒരു 10-100 ക്വാണ്ടിറ്റി ആയിരിക്കും എനിക്ക് മാക്സിമം വാങ്ങാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആ ഒരു 400 രൂപയ്ക്ക് ഒരു 100 ക്വാണ്ടിറ്റി വാങ്ങും. അതായത് 40,000 രൂപ ഞാൻ പേ ചെയ്ത് 100 ക്വാണ്ടിറ്റി അവർ ട്രാൻസ്ഫർ ചെയ്യും. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയെല്ലാം ലക്ഷം കോടി രൂപയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ ഡീലറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്തിട്ടാണ് അവർ ഫണ്ടെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, അതായത് പുറം ലോകത്ത് ഒരാൾ പോലും അറിയരുത് അതായത് ഇന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനി ഇന്ന ദിവസം അതായത് ആ ഒരു കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതായത് ഈ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിലും അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിലെല്ലാം അതായത് ആൾക്കാർക്ക് അറിഞ്ഞുകൊണ്ട് അവർ കോടിക്കണക്കിന് രൂപ അന്ന് സമ്പാദിക്കാനുള്ള വഴിയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടെന്ന് വെച്ചാൽ ഇതൊരു സ്കാമാണ്, ഇത് അൺഎത്തിക്കൽ അതായത് പ്രാക്ടീസ് ആണെന്ന് പറഞ്ഞിട്ടാണ് സെബി ഇത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് തലേദിവസം ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിയുടെ അറിയുന്ന ഒരാൾ അതായത് അതിന്റെ മാനേജർ എന്റെ റിലേറ്റീവ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ നാളെ ഞാൻ ITCയിൽ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ 9:15 ആകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഓപ്പൺ ചെയ്ത് വെക്കും. ആ 9:15 ആകുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഈ ITCയിൽ ഒരു 10,000 രൂപയോ അല്ലെങ്കിൽ ഒരു 50,000 രൂപയോ ഇൻവെസ്റ്റ് ചെയ്യാണ്. അതായത് ഇൻട്രാഡേ ട്രേഡ് എടുക്കുക എന്ന് വെച്ചാൽ അതായത് ഒരു ഷെയറിൽ 5 രൂപ കിട്ടുകയാണെങ്കിൽ തന്നെ അത് വലിയൊരു മാർജിനായി കിട്ടും. അതായത് നമ്മൾ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തോ അതിന് ട്രിപ്പിൾ എമൗണ്ട് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും. കാരണം നമുക്ക് എന്തായാലും അറിയാം ഇത് എന്തായാലും കൂടുന്നത്. അപ്പോൾ ഇതിനെയാണ് ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ അതായത് വേറൊരാൾക്ക് ചോർത്തി കൊടുത്തോ അതായത് ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തോ എന്നാണ് ഇപ്പോൾ സെബി സംശയിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഹൈദരാബാദിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ സെബി ഈ ഒരു കോണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു മ്യൂച്വൽ ഫണ്ട് ഏജൻസിയിലും ഒരേ ദിവസം അതായത് ഇൻവെസ്റ്റിഗേഷനും അതുപോലെ തന്നെ ഓഡിറ്റ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസിലൂടെ ഏകദേശം 20,000 കോടി രൂപയാണ് അവർ അതായത് സ്കാം ചെയ്തത് എന്നാണ് പറയുന്നത്. അതായത് 20,000 കോടി രൂപയോളം
സ്കാം ചെയ്തു എന്ന് പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ട്. ഇത് ശരിയാണോ എന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇൻവെസ്റ്ററായ നിങ്ങൾ കോണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ചെറിയ അതായത് ഒരു മാസം 15,000 രൂപയൊക്കെ കിട്ടുന്ന ശമ്പളമാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ഇട്ട് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും ഫണ്ട്. ഇത് എന്ത് സംഭവിക്കും എന്ന് പലർക്കും സംശയം ഉണ്ടാവും, അതായത് ഇത് പോകുമോ എന്ന്. അപ്പോൾ ഇതിന് ഉത്തരം എന്താണെന്ന് വെച്ചാൽ ഇത് പോകില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകില്ല. അതായത് ഇത് കമ്പനീന്റെ മേലെയുള്ള അലിഗേഷനാണ് സെബി ഡയറക്ടറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതായത് ആ മ്യൂച്വൽ ഫണ്ട് അതായത് മാനേജർക്കോ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇത് മുൻപ് ഇതേപോലെ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൽ ഇങ്ങനെ സംഭവിച്ചാണ്. അപ്പോൾ അതായത് ഫണ്ട് മാനേജർ 2 പേരെ സസ്പെൻഡ് ചെയ്താണ്. അപ്പോൾ അതേപോലെ തന്നെ അതായത് ഇത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ട് ഫണ്ട് മാനേജറിനെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ കമ്പനിക്കെതിരെ ആക്ഷൻ എടുക്കുന്നതല്ലാതെ നിങ്ങൾ ഇട്ട ഫണ്ടിനൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകില്ല. അപ്പോൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തവരാണെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അത് നിങ്ങൾക്ക് ആ ഒരു ഫണ്ടിൽ ഒരു പ്രശ്നവും വരാൻ പോകില്ല. അപ്പോൾ ആർക്കെങ്കിലും അതായത് ഈ കോണ്ട് എന്ന് പറയുന്ന ഈ മ്യൂച്വൽ ഫണ്ടിലെ ഈ സ്കാമിനെ കുറിച്ച് അറിയാത്തവരോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.